സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ മാല കഴുത്തിലിട്ട് ഉറങ്ങിക്കോളൂ. അല്ലെന്നുണ്ടെങ്കിൽ കള്ളൻ കർത്ത അത് ബാങ്കിൽ നിന്ന് മോഷ്ടിക്കും. അതെ, കർത്ത സിറ്റിയിലെ ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആണ്. എഴുന്നള്ളത്ത് കാണണമെങ്കിൽ എപ്പോഴും നിൽക്കണം മുന്നേ. നീ മുന്നോട്ട് പോകണമെങ്കിൽ തോപ്പിക്കണം എന്നെ. വാ, വന്ന് തോപ്പിക്കേ. കർത്താ, എല്ലാവരുടെ സുഹൃത്ത്, ഞാൻ നിങ്ങളെ അനുസരിക്കാം ഖന്ന സാബ്. ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ തോൽപ്പിക്കാം. ഞാൻ എന്തായി കാണുന്നേ? അതെ കൊച്ചളിയ, നീ കാണുന്നതേ കറുത്ത ബാങ്ക് കൊള്ളയടിക്കുന്നതാണ്. എടാ കഴുത, അവൻ ഷോക്കിൽ പറഞ്ഞു പോയതാ. അത് സംശയമുണ്ടോ? നമ്മുടെ കർത്ത കള്ളനല്ല, വേറെന്തോ പ്രശ്നമുണ്ട് കൂട്ടുകാരെ. നീ പറഞ്ഞത് ശരിയാ. അവന്റെ ഈ സ്വഭാവം കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവൻ തനിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നെന്നാ. വേഗം വാ, നമുക്കെന്തായാലും കണ്ടുപിടിക്കാം. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. അതാ പോകുന്നു അവൻ. അങ്ങോട്ട് നോക്ക്. കർത്താ, ഇങ്ങനെ മോഷ്ടിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല കൂട്ടുകാരാ. ഈ വഴി അത്ര ശരിയല്ല. ശരിയാ പറഞ്ഞത്. ഇത് തെറ്റായ വഴിയാണ്. എനിക്ക് പോകേണ്ടത് പുറകിലത്തെ വഴിയിലൂടെയാണ്. ശരി, എന്നെ തല്ലാൻ പോവുകയാണോ? ദാ കണ്ടില്ലേ, ആ 4 പേരെ വേഗം തല്ലേ. നന്ദു, അവനെ തല്ല്. അയ്യോ എന്റെ കുട്ട, നീ എന്തായി കാണിക്കുന്നേ? തല്ലുകയാണെങ്കിൽ നീ ആരെ തല്ലുവെന്ന് പറ. ആദ്യം ഞാനല്ലേ തല്ലാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ അവരെ തല്ലേ. നന്ദു, അവനെ അടിക്ക്. അല്ല, അവരെ തല്ലേ. അല്ല, അവനെ അടിക്ക്. അവരെ തല്ലേ. 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 അവനെ അടിക്ക്. അവനെ അടിക്ക്. അവനെ അടിക്ക്. അവനെ അടിക്ക്. അവനെ അടിക്ക്. നിങ്ങളോടാ പറഞ്ഞത് നിർത്ത്. നിങ്ങൾക്ക് തല്ലണമൊക്കെ തമ്മി തമ്മി തല്ല്. വെറുതെ എന്തിനാ എന്നെ ഓടിക്കുന്നത്? ഞാനാകെ ക്ഷീണിച്ചു. ഇത് എത്രയാണെന്ന് പറയ്. ഇത് 2 അല്ലേ? അയ്യോ, എന്തായത്? ഇപ്പൊ 4 കാണുന്നുണ്ടല്ലോ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് കാണിക്കേ, നോക്കട്ടെ. പിടിക്കവനെ. എങ്കിൽ ഇപ്പൊ തന്നെ പിടിച്ചു കാണിക്കാം. കർത്താ, മുന്നോട്ട് നോക്ക്. വേഗം വളയ്ക്ക്, 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 പെട്ടെന്ന് വളയ്ക്ക്. എന്റെ കർത്താ, നീ ഇത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നേ? എന്തായത്? 4 മണിക്കൂറായി പ്ലെയിനിൽ ഇരിക്കുന്നു. ഫ്ലൈറ്റ് ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണ്. എന്ത് എയർലൈൻസ് ആണിത്? കർത്താ, എന്റെ കൂട്ടുകാരാ, നീ പറഞ്ഞിരുന്നില്ലേ കൂട്ടുകാരോടൊത്ത് അഡ്വഞ്ചർ ട്രിപ്പിന് പോണോന്ന്? നീ പറഞ്ഞ ആ കൂട്ടുകാരെ ഞങ്ങളെങ്ങാനും ആണോടാ? അല്ല, ആ ട്രിപ്പ് കാറിലല്ല പോകുന്നത്. എടാ കറുത്ത, ഇനി നിന്നെ ഞങ്ങൾ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പഠിപ്പിക്കാം. അത് കൊള്ളാം. അതാണ് വലിയ എളിയ വേണ്ടത്. റോഡിൽ നിറച്ച് വൈറ്റ് ലൈൻ കാണുന്നില്ലേ?
അതിന്റെ അർത്ഥം റോഡ് വയസ്സായെന്നാണ്. അതുകൊണ്ട് റോഡിന് വെളുത്ത മുടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എടാ കഴുതേ, അത് സീബ്ര ക്രോസിംഗ് ആണ്. ബണ്ണി ഔട്ടായി. നീ ഔട്ടായി പോപ്പ. ഞാനാണ് കർത്ത, എല്ലാരെയും രക്ഷിക്കുന്ന സ്വന്തം സുഹൃത്താ. ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. നീ എന്താടാ ഇത്രയും ദിവസം അകത്തായിരുന്നോ? ഇത് ഗുഡ് ഈവനിങ് അല്ല ഗുഡ് മോർണിംഗ് എന്ന് പറ. സംശയമുണ്ടോ? എന്നാ വരൂ, നമുക്ക് ഈ കാര്യത്തിലൊരു ചർച്ച നടത്താം. അങ്ങനെ ചർച്ച നടത്തി വൈകുന്നേരം ആവുമല്ലോ. എടാ കൂട്ടത്തിൽ ഒരു കഴുത മതി കേട്ടോ, അല്ലാതെ നീ ഇപ്പൊ വെറുതെ മറ്റൊരു കഴുതയാകാൻ നോക്കണ്ട. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴുതയായി മാറാം. ജീവിതം എന്നത് വെറും ഒരു പുഷ്പം പോലെയാണ്. അത് സൂക്ഷിക്കാൻ കഴിച്ചില്ലെങ്കിൽ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകും. ഞാൻ കഴുതയായി കർത്തയാണ്. ഞാൻ നിങ്ങളുടെ ബാഗ് പറിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ വരൂ, എന്റെ ബാഗ് തരൂ. എന്തായാലും നിന്നെ കണ്ടത് വളരെ നന്നായി. എന്റെ കാറൊന്ന് വേഗം വൃത്തിയാക്ക. തലകുത്തനെ, തലകുത്തനെ. എടാ പോട്ടാ, കൈ കൊണ്ടല്ലടാ, തുണി കൊണ്ട്. തുണി കൊണ്ട് നല്ല പോലെ വൃത്തിയാക്കടാ. അയ്യോ, വൃത്തിയുള്ള വെള്ളത്തിലടാ കഴുകേണ്ടത്. ഈ വെള്ളത്തിലല്ലടാ കഴുതേ. അനീ, അവൻ നിന്റെ ഐഡിയ ഒക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താണ് ചെയ്യുക? നമുക്ക് വേഗം പോയി അവനെ തടയണം. സംശയമുണ്ടോ? ഐഡിയ. അയ്യോ, ഈ ഒട്ടകം എന്തുമാത്രം ക്ഷീണിച്ചായിരിക്കുന്നത്. ഈ ഒട്ടകത്തിന് സത്യം പറഞ്ഞ വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. വിശ്രമോ ഒന്നും നടക്കില്ല. ഇവൻ എപ്പോഴും ജോലി ചെയ്തോണ്ടേയിരിക്കണം. ഈ മുതലാളിയോടെ ഒയ്യോയുടെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാള് ശരിക്കും നമ്മളെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഗ്രാമം വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാ വന്നിട്ട് എന്റെ ഭാഷയും മാറിയിട്ടില്ല. എന്ത് ചെയ്യാനാ, നമ്മള് പഴയതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ, അല്ലേ? നല്ല കാര്യം തന്നെയാ മുതലാളി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ നന്നായി ക്ഷീണിച്ചിരിക്കുക. ഇല്ല, ഇവനെ 2 വർഷമെങ്കിലും നിർത്തി നന്നായിട്ട് ജോലി പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലേ നല്ലത്. 2 വർഷോ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ തട്ടിക്കളയാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട് തന്നെ വിട്ടു പോയേക്കാം. ഞാനുള്ള പോലെ എന്റെ മുതലാളിയുടെ പുറത്ത് ആർക്കും കൈവയ്ക്കാൻ കഴിയില്ല. എടാ, അദ്ദേഹം വെടിയൊന്നുമല്ല വച്ചത്, അടിക്കുകയാണ് ചെയ്തത്. ഓ സോറി. നിശ്യം, നിശ്യം, നിശ്യം. അയ്യോ, 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 അയ്യോ. നീ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്ക് അവധി വേണം. അത് മാത്രം പറ്റില്ല. അത് മാത്രം തരാൻ എനിക്ക് കഴിയില്ല. ഇവിടെ ഒരു കസേര പോലും ഇല്ലല്ലോ. ഞാൻ പോയി എനിക്ക് വേണ്ടിട്ട് ഒരു കസേര എടുത്തോണ്ട് വരാം.
ഹണി നിനക്ക് കാറിന്റെ സീറ്റ് ഇരിക്കാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സംശയമുണ്ടോ? സുഹൃത്താ, എല്ലാവരുടെയും സുഹൃത്താ. സോറി കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. നാളെ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അഡ്വഞ്ചർ ട്രിപ്പിന് പോണം. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പൊ നിനക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന്. അതിന് അദ്ദേഹം എന്നെ വല്ലാതെ തല്ലി. അതെന്താ? കാരണം വണ്ടി 100 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ആ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട കർത്താ, ഞാൻ വളരെ ഫേമസ് ആയ കാർ ട്രെയിനറാണ്. നിനക്കറിയോ, മുഗൾ ചക്രവർത്തി ഞാൻ കാരണമാണ് കുതിരപ്പുറത്ത് വന്നത്. അതെന്താ? കാരണം ഞാൻ അദ്ദേഹത്തെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നില്ലേ? കർത്താ, ബ്രേക്ക് പിടിക്കേ, ബ്രേക്ക്. എന്റെ കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കല്ലേ, താഴെയുള്ള ബ്രേക്ക് എങ്ങനെയാണ് പിടിക്കുക? പഠിക്കുന്നത് നന്ദു, പറഞ്ഞു കൊടുക്കുന്നത് ഹണി. ഇത് കായലിന് കൊക്കിക്കടയിലുള്ളത് പോലെ ആയല്ലോ. നന്ദു, നമ്മൾ തിരിയുമ്പോ അടുത്തുള്ളവർക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഓക്കേ. ഇന്ന് ഇൻഡിക്കേറ്റർ കിട്ടി, നാളെ ഹെഡ്ലൈറ്റ് കിട്ടും, അപ്പൊ മറ്റൊന്ന് സ്റ്റിയറിംഗും വരും. അപ്പൊ എനിക്ക് പുതിയ കാർ ഉണ്ടാക്കാൻ അധികം നാള് വേണ്ടി വരില്ല. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു. എത്ര പെട്ടെന്നാണ് ഞാൻ വണ്ടി പഠിച്ചത്. എടാ കർത്താ, സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ വളരെ പതുക്കെ വേണം വണ്ടി ഓടിക്കാൻ. ഓക്കേ. നന്ദു നിൽക്ക്. ഓക്കേ, അതാ നിന്നു. നിനക്ക് എന്താണ് സംഭവിച്ചത് കർത്താ? ഞാൻ പറയാം. ഇവൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയി. ഇന്നലെയാണ് വന്നത്. ആ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നിന്നാണ് നീ വരുന്നേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശി ഉറപ്പായിട്ടും നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടാവും. കർത്താ, എന്റെ കൂട്ടുകാരാ, വേഗം സാധനങ്ങളൊക്കെ എനിക്ക് തിന്നാൻ തടാ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നന്ദു, നീ എന്താടാ ഈ കാണിക്കുന്നേ? മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തെറ്റാണ്. വേഗം കൊണ്ടുപോയി തിരിച്ചു വെക്ക്. വയ്ക്കോ, സാധനങ്ങളൊക്കെ വേഗം കൊണ്ട് വെക്കാൻ നോക്കേ. ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. ബാലു, ഗ്രാമത്തിൽ എന്താ സംഭവിച്ചത്? ഇവൻ എന്തിനാ ഹണിയെ പോലെ മണ്ടത്തരം കാണിക്കുന്നത്? അത് മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തത്. എന്റെ പൊന്നു മോനെ, ഏതൊരു ജോലിയും വേണ്ടാന്ന് വെക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ജോലി നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിനുശേഷമാണ് ഇവൻ ഇങ്ങനെയായി പോയത്. രാവിലെ ഞാൻ പറഞ്ഞു കൂ. ഇവൻ ലക്ഷങ്ങളിൽ പോയി ക്യൂവിൽ നിന്നു. അല്ല, നിങ്ങളെന്തിനാ ക്യൂ നിൽക്കാൻ പറഞ്ഞേ? ഞാൻ കുമ്പളങ്ങി എന്ന് പറയാമെന്നതാ. കൂ എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ പോയി ക്യൂവിൽ നിന്നു. ഇതാ, ഇത് കണ്ടോ നീ? എന്തോ അടയാളം പോലുണ്ടല്ലോ. അടയാളമല്ല, ക്യൂവിൽ പോയി മുന്നിൽ നിന്നതുകൊണ്ട് അവിടുത്തെ വാച്ച്മാൻ എന്നെ തല്ലിയതാണ്. അവധിയോ? ആഹാ, ഇവൻ അവധി എടുത്തു പോയാൽ എന്റെ പണികളെല്ലാം പാളും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇവനെ എവിടേക്കും വിടില്ല. ഇനി മുതൽ ഇവന് ഡബിൾ ഷിഫ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. മതിയാക്ക്. അവധിയുടെ പ്ലാനിങ് ക്യാൻസൽ. ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാ. വാടാ, പോകാം. അത്ര പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഇവന്മാരെ നന്നായിട്ടൊന്ന് പെരുമാറിട്ടെ ആ ഓട്ടോ തന്നെ ഇങ്ങ് കൊണ്ടുപോവാ.
ചേട്ടാ ചേട്ടന്റെ കവിളിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്ക്, ഞാൻ ശരിയാക്കി തരാം. മര്യാദക്ക് എന്റെ കൂടെ വാ. ഇല്ല, ഇവൻ എന്തായാലും തന്റെ കൂടെ വരില്ല. എടാ ഇത് എന്റെ ഒട്ടകമാണ്, അപ്പൊ എന്റെ കൂടെ ഇല്ലടാ വരത്തുള്ളൂ. നിങ്ങളുടെ ഒട്ടകത്തിന് ഇപ്പോൾ അവധി കൊടുക്കാൻ പോവുകയാണ്. അയ്യോ എന്തുവാടാ? അയ്യോ അയ്യോ ഐ നീഡ് എ ബ്രേക്ക്. അപ്പോഴേക്ക് തളർന്നോ? ഇവിടെ രാവും പകലും തന്റെ ഒട്ടകം പണിയെടുക്കുന്നുണ്ട്. അവനൊരു അവധി താൻ കൊടുക്കില്ല അല്ലേ? സംശയമുണ്ടോ? ഹണി ബണി ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങി. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ടാഗ് ലൈനും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഹൃദയമിടിപ്പിന്റെ ശബ്ദമാണ് ബം ബം, കാർ ഓടിച്ച് പഠിക്കാം പാം പാം. എന്തായാലും ഒരു സെൽഫി എടുത്തേക്കാം. വാ, നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. നിങ്ങളുടെ കൂടെ അല്ല, കാറിന്റെ കൂടെയാ. നിന്റെ വല്യളിനല്ല കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഈ കാർ നാളെ എങ്ങാനും കണ്ടില്ലെങ്കിലോ? നീ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു ദിവസം നീ എന്റെ കാർ കമ്പനിയിലേ ജോലി അന്വേഷിച്ചു വരും, എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നെ റിജക്ട് ചെയ്യും, നോക്കിക്കോ. അതെന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? കാരണം പണക്കാരും തന്നെ നേരെ നോക്കി സംസാരിക്കാറേ ഇല്ലല്ലോ. എന്നാ എല്ലാരും വാ, നമുക്ക് ബാക്കിയുള്ള പോസ്റ്ററും കൂടി ഒട്ടിക്കാം. ഐഡിയ. കൂട്ടുകാരെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഈഷ്, എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നിന്നെ ഇന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ കാരണം ഇന്ന് വേറൊരു കളി എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. വെൽക്കം പാണ്ട. ഞാൻ കരുതിയത് ഒട്ടകത്തിന്റെ പുറത്തുള്ള സവാരി ബോറായിരിക്കുന്ന, പക്ഷെ ഇത് റോളർ കോസ്റ്ററിനേക്കാളും വളരെ രസമുണ്ട്. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കൂട്ടുകാരെ. എന്തായാലും ഇവന്റെ പുറത്ത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ദാട്ടി പോലെ തന്നെ, സംശയമുണ്ടോ? കൂട്ടുകാരെ ദാ നോക്കിയേ, ഇവിടെ ചില അടയാളങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നതേ വേറെ ചിലരിവിടെ ഉണ്ടെന്നാണ്. എടാ, ഇത് ഇവന്റെ കാലടയാളം തന്നെയാ. നമ്മൾ കറങ്ങുന്നത് ഇപ്പോഴും ഇവിടെ തന്നെയാ. നിക്ക് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്റെ പുറത്ത് കുറച്ച് മുള്ളു കുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇതെന്തായാലും തീരുന്നില്ലല്ലോ. എന്റെ അടുത്ത് നീ മുള്ളെന്ന് പറയുന്നല്ലേ? എടാ, എന്റെ പേര് ജാൻസിന്ന. സോറി, മുള്ളെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിനകത്തൊരു റെസ്ലർ കയറി വരും. ശരി, ഇനി ഞങ്ങൾ അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയാം. മുതലാളി മുതലാളി എന്ന പേര് മാത്രം വേണ്ട. അയാൾക്ക് വേണ്ടി ഞാൻ രാജസ്ഥാനില് പല വർഷങ്ങളായിട്ട് അയാൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരേക്കും എനിക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ മുള്ളെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് റെസ്ലർ ആയി പോകുന്നത്. ഓ, നിന്റെ ബൈസെപ്സ് കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴേ തോന്നി നീ വലിയൊരു റെസ്ലർ ആയിരിക്കുമെന്ന്. ആദ്യം കൈതാ ഇങ്ങനെ പിടിക്കേ. ആ മുതലാളിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണോ? അല്ല, കൈന്റെ ഇടയിലെ രാജിക്കത്ത് വെച്ചിട്ട് പറഞ്ഞാ മതി, മുതലാളി ഞാൻ ഈ ജോലി വിടുവാണെന്ന്. കഴുതേ, നീ സേട്ടന്റെ പണി എല്ലാം ചെയ്യണം. നീ അദ്ദേഹത്തെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കരുത്. അത് കണ്ട് നിന്റെ മുതലാളി സന്തോഷിക്കും, നിനക്ക് അവധിയും കിട്ടും. വാ, എന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് പോവാം. സൂക്ഷിക്കണേ, അവിടെ തെന്നി വീഴരുത്. മുമ്പിലായിട്ട് കുറെ മുള്ളുകളുണ്ട്. And his name is John Cena.
ഇതെങ്ങോട്ടായി പോയത്? ടിവിയുടെ റിമോട്ട് കാണാനില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. ഏ? അത് ശരി, കാലം എത്ര കഴിഞ്ഞാലും ശരി നിന്റെയൊക്കെ മോഷണം നിർത്തില്ല അല്ലേടേ? റിമോട്ടിങ് ഇതാ. കിട്ടിപ്പോയി മുതലാളി. ഞാൻ എവിടെ നോക്കിയിട്ട് റിമോട്ട് കിട്ടിയില്ല. 3 ദിവസം കൊണ്ട് ഞാൻ ഒറ്റ ചാനൽ കുത്തിയിരുന്ന് കണ്ടോണ്ടിരിക്കുക. നീ എന്തായാലും അത് കണ്ടുപിടിച്ച് തന്നല്ലോ. ഒരു കാര്യം പറയാം, നീ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വലഞ്ഞു പോകുമോടെ. മുതലാളി, എനിക്കൊരു അവധി തരൂ. നിനക്കെങ്ങാണ് ഞാൻ അവധി തന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക, നിനക്ക് ഞാൻ അവധി തരാൻ പാടില്ല. നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ദേ നോക്ക്, നിന്റെ മുതലാളി നിനക്ക് ഇപ്പൊ പണി തന്നു കഴിഞ്ഞാ നീ ശരിക്ക് ചെയ്യാതെ തല കുത്തനാ ചെയ്യണം. അപ്പൊ അയാൾക്ക് ബോധ്യമാകും നിനക്ക് വിശ്രമം വേണമെന്ന്. അപ്പൊ നിനക്ക് അവധി കിട്ടുകയും ചെയ്യും. ഒരു ഒട്ടകത്തിന് വേണ്ടിട്ടേ ഇത്രയും നല്ലൊരു ഐഡിയ വേറെ ആരും പറഞ്ഞു തരില്ല.